എന്താ ആര്യ, എന്ത് പറ്റി നിനക്ക്? അമ്മ എനിക്ക് വീട്ടിൽ ഒരു സമാധാനവും തരത്തില്ല. എപ്പോഴും ഇരുന്ന് പഠിക്ക്, ഫോൺ എടുക്കല്, പണി ചെയ്. എനിക്ക് വയ്യ, ഞാൻ മടുത്തു. ഞാൻ എന്ത് ചെയ്താലും അത് വലിയ കുറ്റമാ. വിട്ടുകള ആര്യയെ, നിന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ അവരങ്ങനെ പറയുന്നത്? പിന്നെ സ്നേഹം എത്ര നിസ്സാരമായിട്ടാ നീ പറയുന്നത്. നിനക്ക് എന്തെങ്കിലും ഒരു ദുഃഖമോ വയ്യാഴികയോ വന്നാൽ നിന്റെ അമ്മയല്ലേ നിന്റെ കൂടെ കാണത്തുള്ളൂ. അത് ശരിയാ, അമ്മ മാത്രമല്ല അച്ചാച്ചനും കൂടെ കാണും. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അവർ എത്രയധികം കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ കാണപ്പെട്ട ദൈവങ്ങളല്ലേ അവർ. നമ്മുടെ ഓരോ നേട്ടങ്ങളിലും കൊച്ചു കൊച്ചു വിജയങ്ങളിലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അവരല്ലേ. അവരുടെ ത്യാഗത്തിനും സ്നേഹത്തിനും നമുക്ക് എന്ത് പകരം നൽകാനാകും? തിരിച്ചൊന്നും അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ നന്നായി പഠിക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴും മറ്റുള്ളവർ നമ്മൾ നല്ല കുട്ടികളാണെന്ന് പറയുന്നത് കേൾക്കുമ്പോഴും അത് മതി അവർക്ക് ഈ ജന്മസാഫല്യത്തിന്. കൂട്ടുകാരെ, മാതാപിതാക്കളെ അനുസരിച്ചും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന മകനും ചേർന്നപ്പോഴാണ് നസ്രത്തിലെ കുടുംബം തിരുക്കുടുംബമായത്. ഈ ക്രിസ്മസ് കാലത്ത് നമുക്കും നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കാനും സ്നേഹിക്കാനും സഹായിക്കാനും ബഹുമാനിക്കാനും പറ്റുന്ന വിവേകമുള്ള മക്കളായി മാറാം. ഇന്നേ ദിവസം നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.